അപ്പോൾ ന്യൂസൊക്കെ എല്ലാവരും കണ്ടല്ലോ, കേട്ടല്ലോ. അപ്പോൾ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഗുരുവായൂർ വന്ന് റീൽസ് എടുത്ത ആ താത്തയ്ക്ക്, അതായത് ജിസ്ന സലീമിന് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ദേവസ്വം, അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഈ പുള്ളിക്കാരിയുടെ പേരിൽ ദേവസ്വം ബോർഡ് കേസ് കൊടുത്തു. അപ്പോൾ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വേറൊന്നുമല്ല, അതായത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ മതാചാരങ്ങൾ ലംഘിച്ചു, കൃഷ്ണവിഗ്രഹത്തിൽ വന്നിട്ട് കടലാസിൻ്റെ വർണ്ണക്കടലാസ് മാല ചാർത്തി റീൽസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു എന്നൊക്കെയാണ് കേസ് വന്നിട്ടുള്ളത്. പിന്നെ കലാപാഹ്വാനത്തിന് കൂടി കേസ് എടുത്തിട്ടുണ്ട്. അപ്പം തൃപ്തിയായില്ലേ എൻ്റെ ഭക്തി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എടിമോളെ, ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. പണ്ടൊക്കെ ദൈവം, പിന്നെ ഇപ്പോൾ ഒക്കെ അപ്പാപ്പ എന്നാണ് കേൾക്കുന്നത്. അപ്പം വല്ലാണ്ടായാൽ ഇല്ലാണ്ടാവും എന്നൊരു ചൊല്ലുകൂടിയുണ്ട്. ഈ ഒരു വിഷയത്തിൽ ആരൊക്കെ വീഡിയോ ചെയ്താലും എൻ്റെ അഭിപ്രായം എന്തായാലും എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ഞാനാണല്ലോ ഇര. ഒരു കാര്യം ഇങ്ങനെ നടന്നതിൽ ഏറ്റവും ഒരു സന്തോഷിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നീതി കിട്ടിയത് എനിക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ 2024 ഓഗസ്റ്റ് മാസം 26 തുടങ്ങി ഞാൻ അനുഭവിക്കുന്ന ഓരോ മാനസികമായിട്ടുള്ള ദുരിതങ്ങൾക്ക് ഒരു എന്താ പറയുക, അത്രത്തോളം ഗുരുവായൂർ അമ്പലനടയിൽ അപമാനിച്ചു. അത് വീഡിയോ ആക്കി പ്രചരിപ്പിക്കുകയും കൂടി ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടി? സമൂഹത്തിൽ ആളാവാൻ വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, വൈറലാകാൻ വേണ്ടി. അപ്പോൾ ആരൊക്കെ പറഞ്ഞാലും ഞാൻ പറയുന്നതിൻ്റെ അത്ര ഒന്നും ആവില്ല. സത്യം പറഞ്ഞാൽ എനിക്കാണ് നീതി കിട്ടിയത്. ഇത്രയും വൈകിട്ടാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴെങ്കിലും കേസെടുത്ത ദേവസ്വം ബോർഡിന് എൻ്റെ ഒരു വലിയൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. വല്ലാണ്ടായാൽ ഇല്ലാണ്ടാവും എന്നൊരു ചൊല്ലുണ്ട് പുള്ളേ. അപ്പം അറിഞ്ഞട്ട എന്താ സുഖല്ലേ? അപ്പോൾ ഒളിവില്ല അല്ലേ? അപ്പോൾ ഒളിവിൽ പോയിട്ട് വരുമ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നോളൂ, ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം. ഒരുപാട് പേർക്കിടെ കണ്ണുനീര്, പ്രാർത്ഥന, എനിക്ക് ദൈവം എല്ലാം തന്നു, മറ്റുള്ളവർക്ക് അത് കൊടുത്തില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയുമ്പോൾ ഒരുപാട് പേര് ഭക്തി കൊണ്ട് കണ്ണനെ കാണാൻ പോകുന്നവരുണ്ട്. മനസ്സിലായോ? നമ്മൾ കച്ചവടത്തിന് പോകുന്നതല്ല, ഭക്തി കച്ചവടം ചെയ്യാൻ പോകുന്നതല്ല ഞങ്ങളൊക്കെ. അത് നീ ഇനിയെങ്കിലും മനസ്സിലാക്കണം. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വിവരമില്ലായ്മ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കരുതെന്ന്. വിവരമില്ലായ്മ തെറ്റല്ല, പക്ഷെ അതൊരു അലങ്കാരമായിട്ട്, അത് തിരിച്ചറിഞ്ഞിട്ടും അലങ്കാരമായിട്ട് കൊണ്ടു നടക്കരുത്. ഇത്തരക്കുത്തരം മുറിപ്പത്തലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ പറയുന്ന രീതിയിൽ തന്നെ ഞാൻ ഇനിയും തിരിച്ചു മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വൈകിയാണെങ്കിലും കഴിഞ്ഞ ഓഗസ്റ്റിൽ തുടങ്ങി 8 മാസത്തോളമായി. അന്ന് തുടങ്ങിയ അപമാനിക്കലിന് എന്തായാലും ഇപ്പോൾ ഒരു കറക്റ്റ് മറുപടിയാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ഇത്തരക്കാർക്കൊക്കെ മൂക്ക് കയറിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള ആളുകൾ അമ്പലനടയിൽ കയറിമേയും. അതിന് ഒരു തർക്കവുമില്ല, സംശയവുമില്ല. ഗുരുവായൂർ അമ്പലനട നിന്റെ തന്തയുടെ വകയാണോ എന്ന് ചോദിച്ച് തമ്പനയിൽ വരെ ഇട്ടിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന കക്ഷി. ഇപ്പോൾ ജിസ്ന സലീമിന് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഗുരുവായൂർ അമ്പലനട ആരുടെ തന്തയുടെ വകയാണ് എന്നുള്ളൊരു കാര്യം ശരിക്കും മനസ്സിലാക്കി തന്നിട്ടുണ്ടല്ലോ. അപ്പം ഇത്തരം അവഹേളനങ്ങളും അപഹാസ്യങ്ങളുമായിട്ട് ഒരിക്കലും കച്ചവടത്തിന് വേണ്ടി, റീൽസ് എടുക്കാൻ വേണ്ടി അമ്പലനടയിലേക്ക് വരരുത് എന്ന് തന്നെയാണ് എനിക്ക് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇരയായിട്ടുള്ള വ്യക്തി ഞാനായിരുന്നു. ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയാനാണ്? ഇരയ്ക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് ശരിക്കും ഒരു സന്തോഷം. അതായത് നമ്മൾ ആ ഒരു അമ്പലനടയിൽ വെച്ച് അനുഭവിച്ചിട്ടുള്ള, ശരിക്കും അവിടെ തൊഴാൻ വന്ന സ്ത്രീകൾ വരെ നമ്മൾ അപമാനിക്കുന്ന രീതിയിൽ ഇവരുടെ കൂടെ നിന്നിട്ട് നമ്മളോട് അപഹാസ്യമായി പെരുമാറി എന്നുള്ളതാണ്. ആൾക്കാർക്കൊക്കെ എന്ത് വിവരം ഉണ്ടായിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ഞാൻ എന്തു പറഞ്ഞാലും അതൊരു കൂടുതലായി പോവുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ മര്യാദ കൊണ്ടാണ് ഞാൻ ഇത്ര മാന്യമായ രീതിയിൽ വീഡിയോ ചെയ്യുന്നത്. എത്രമാത്രം എന്നെ സമൂഹത്തിൽ അപഹാസ്യപ്പെടുത്തി, നാണം കെടുത്തി വെറൈറ്റി മീഡിയയും ഈ പറയുന്ന ഈ സ്ത്രീയും ചേർന്നിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ ഓഗസ്റ്റ് 26, 2024 തുടങ്ങിയ ആ ഒരു ഇത്. പക്ഷെ അന്ന് തുടങ്ങിയിട്ടാണ് ഞാൻ ഈ സ്ത്രീയെ ശരിക്കും നിരീക്ഷിക്കാൻ തുടങ്ങിയതെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ സംസാരിക്കുന്നതല്ല നാളെ പറയുന്നത്, നാളെ പറയുന്നതല്ല പിന്നെ പറയുന്നത്. ഇങ്ങനെയാണ് അവരുടെ ഒരു സംസാര രീതി എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ എനിക്കെതിരെ എത്ര വീഡിയോകളാണ് ഈ സ്ത്രീ ചെയ്ത് എൻ്റെ ഫോട്ടോ വെച്ച് ചെയ്തിറക്കിയത്.
വെറും വൃത്തികേട് മാത്രം. എന്നെക്കുറിച്ച് എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി. അവരുടെ കൂടെയുള്ള അരുൺ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് എന്നെ ചേർത്ത് പറയുകയും എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇന്ന ആൾക്ക് പെണ്ണ് സെറ്റായി എന്ന് വരെ തമ്പനയിൽ ഇടുകയും ചെയ്ത വ്യക്തിയാണ് ഈ പറയുന്ന ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഈ വ്യക്തി. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാവുന്നില്ലേ, ഒരു കണ്ണൻ്റെ ഫോട്ടോ വരയ്ക്കുന്ന ഒരു സാധു സ്ത്രീക്ക് എങ്ങനെയാണ് ഇത്തരം രീതിയിൽ സംസാരിക്കാൻ കഴിയുക, ഇത്തരം രീതിയിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ കഴിയുക, എന്തൊക്കെയാണ് അവർ പറയുന്നതെന്ന് നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് വാക്കുകളും കാര്യങ്ങളും ഒക്കെ ചിന്തിക്കുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് കഴിഞ്ഞ മാസം ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു അവർ ലാസ്റ്റ് ഗുരുവായൂർ വന്നത്. ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു അവർ ലാസ്റ്റായിട്ട് ഗുരുവായൂർ വന്നതും ഈ ഒരു റീൽസും വീഡിയോസൊക്കെ ഇട്ടതും. അപ്പോൾ ഹൈക്കോടതി ഉത്തരവ് നിലവിലിരിക്കെ തന്നെ അതിനെ ലംഘിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരം രീതിയിൽ അവിടെ നടയിൽ കൊണ്ടുപോയിട്ട് കൃഷ്ണവിഗ്രഹത്തിൽ കടലാസുമാല കൊണ്ടുവന്ന് ചാർത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും ഒരു വെല്ലുവിളിയല്ലേ? ഗുരുവായൂർ അമ്പലം നട ആരുടെയോ ഒരു തന്തയുടെ വകയാണോ എന്നുവരെ വെല്ലുവിളിച്ചൊരു സ്ത്രീയാണിത്. ഇവർ ഗുരുവായൂർ വരുന്നതിൻ്റെ തലേ ദിവസം ഇവർ ഹിന്ദു വിഭാഗത്തിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് പ്രകോപനപരമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടാണ് ഇവർ പിറ്റേ ദിവസം ഗുരുവായൂർക്ക് വന്ന് ഇങ്ങനെ റീൽസും ഫോട്ടോഷൂട്ടും ഒക്കെ നടത്തി പോകുന്നത്. അപ്പോൾ ശരിക്കും അവിടെ ഒരു കലാപമുണ്ടാക്കാനും എന്നിട്ട് അവർ ഗുരുവായൂർ വന്ന് പോയതിന് ശേഷം അവരിടുന്ന തമ്പനയിലാണ് ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത്. ഗുരുവായൂർ വന്നപ്പോൾ എൻ്റെ കൈ വെട്ടി, ഇങ്ങനെയാണ് ഇവർക്കിടെ തമ്പനയിൽ വരുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എന്താണ് പറയുക? ഒരു കലാപം ഉണ്ടാക്കാനുള്ള ശരിക്കും ഒരു ശ്രമം തന്നെയല്ലേ നടക്കുന്നത്? ഫോട്ടോ വാങ്ങിക്കുന്നത് മുഴുവൻ ഹിന്ദുക്കളാണ്, അതും നമ്മൾ മറന്നു പോകരുത്. ആ ഹിന്ദുക്കളെയാണ് ഈ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ. എന്തായാലും വൈകിയാണെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു നീതി കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് നേരത്തെ ആകേണ്ടിയിരുന്നു, ഇത്ര വൈകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട ആൾ ഞാനാണല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. കൂടാതെ എന്നെ പറഞ്ഞു വരുത്തിയ അനാവശ്യങ്ങളും അപവാദങ്ങളും വേറെ. അപ്പോൾ ഒരു കൃഷ്ണചിത്രം വരയ്ക്കുന്ന സ്ത്രീക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ പെരുമാറാൻ കഴിയുക എന്ന് ഞാൻ ആദ്യം തുടങ്ങി ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഒരുപാട് വകുപ്പുകളുണ്ട്, വകുപ്പുകളൊക്കെ ഇവർക്കെതിരെ ചേർത്തിട്ടുണ്ട്. എന്തായാലും അറസ്റ്റ് പറയുന്നുണ്ട്. പക്ഷെ നാളെയും മറ്റന്നാളും കോടതി അവധി ആയതുകൊണ്ട് അറസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഇവരിപ്പോൾ തന്നെ മുങ്ങിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇനി ജാമ്യം കിട്ടിയ ശേഷം മാത്രമേ ഇനി ഇവർ വെളിയിൽ വരുള്ളൂ. കാരണം പൈസ ഉണ്ടല്ലോ കയ്യിൽ. അതായത് ഹിന്ദുക്കൾ ഭിക്ഷയായിട്ട് കൊടുത്ത പൈസ ഇഷ്ടം പോലെ, ഭിക്ഷ മീൻസ് പിച്ച കൊടുത്ത പൈസ എന്ന് തന്നെ പറയേണ്ടി വരും. ഹിന്ദുക്കളുടെ എച്ചിൽ തിന്ന് കൊഴുത്ത ഹിന്ദുക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഗുരുവായൂർ അമ്പലം നടയിൽ വന്ന് ഒരു ഷോ കാണിക്കുമ്പോൾ ഇവരെന്താ വെറുതെ ഇരിക്കുമോ, അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലക്കാർ ഉറങ്ങിയിരിക്കും എന്നൊക്കെയാണോ ഈ സ്ത്രീ വിചാരിച്ചത്? അപ്പം ഹിന്ദുക്കളുടെ എച്ചിൽ തിന്ന് കൊഴുത്ത ഈ അട്ടയെ നേരിടാനായിട്ട് ഹിന്ദുക്കൾ തന്നെ ഇറങ്ങി പുറപ്പെട്ടു. അതിൽ ഇപ്പം യാതൊരുവിധ സംശയവുമില്ല. കാരണം കഴിഞ്ഞ ദിവസം എന്നെപ്പറ്റി ഒരു വീഡിയോ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഉസ്താദ് തന്നെ ഇതിനെതിരെ, ഉസ്താദും വേറെ ആൾക്കാരൊക്കെ ഇതിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സംസാരിക്കുന്ന ഈ വൃത്തികെട്ട സ്ത്രീയെ ഇപ്പോഴെങ്കിലും ദൈവം, കാരണം ഭക്തി കച്ചവടം ചെയ്യുക എന്നൊരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ ഗുരുവായൂർ അമ്പലനട എന്ന് പറയുന്നത് ഒത്തിരി ആളുകൾക്ക് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു അമ്പലമാണ്. കണ്ണൻ അവരുടെ മുമ്പിൽ പല രൂപത്തിൽ വന്നിട്ട്, ഇപ്പോൾ നമുക്കതൊന്നും പറയേണ്ട കാര്യമില്ല. എന്നാലും ഇത്തരത്തിൽ നാടകം കളിക്കുന്നവർക്ക് കണ്ണൻ പല തവണ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ദൈവത്തിനെയും മതത്തിനെയും വെച്ച് കളിക്കുന്ന എല്ലാ ആൾക്കാർക്കും മറുപടി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്കും കിട്ടി. ഇത് ചെറുത്, ഇനി വലുതൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അർണട്ടന് സന്തോഷമായില്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പം ഇത്തരം കപടഭക്തി കച്ചവടക്കാരെ കണ്ടറിഞ്ഞിട്ട് സമൂഹത്തിൽ നിന്ന് എന്താ പറയുക, ഇതുപോലെ ചോദ്യം ചെയ്യുക. ഈ സ്ത്രീ ഇന്നലെ വരെ ഞാൻ ഏപ്രിൽ 14 ഞാൻ ഗുരുവായൂർക്ക് വരുന്നു എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട സ്ത്രീയാണ്. അപ്പം നിങ്ങളൊരു പ്രത്യേക കാര്യം നിങ്ങൾ ആലോചിക്കണം. ഇവർ വരുന്നതിന് മുമ്പ് ജനങ്ങളെ വിളിച്ചറിയിക്കുന്നു, ഞാൻ ഗുരുവായൂർക്ക് വരുന്നു.
ശരിക്കും അതൊരു വെല്ലുവിളിയല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഇത്തരത്തിൽ ആഹ്വാനം ചെയ്യുന്നത്? നമ്മളൊരു യഥാർത്ഥ ഭക്തിയാണെങ്കിൽ നമ്മൾ ഗുരുവായൂരപ്പനെ കാണാനാണ് വരുന്നത് എങ്കിൽ പിന്നെ ഇത് സോഷ്യൽ മീഡിയ കൂടെ പബ്ലിസിറ്റി ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ ഭക്തി കൊണ്ട് വരുന്നു, നമ്മൾ കണ്ണനെ കാണുന്നു, പോകുന്നു. ഒരു മനുഷ്യ കുഞ്ഞറിയില്ല വരുന്ന കാര്യം. ഇത് ഞാൻ നാളെ വരുന്നു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യുന്നു, അത് കഴിഞ്ഞ് നാളെ ഞാൻ വന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്നു, അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നതിന് ശേഷം എൻ്റെ കൈയും കാലും ആരും വെട്ടിയില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പണ്ടൊക്കെ ദൈവം പിന്നെയായിരുന്നു, ഇപ്പോൾ എല്ലാ സ്പോട്ടിൽ കൊടുക്കുന്നുണ്ട്. ഈ സ്ത്രീ സ്വയം പറയുന്നത് ഈ സ്ത്രീ വളരെ ബുദ്ധിമതിയാണ്, അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത്. ഒരുപാട് പേർക്കെതിരെ ഇത്തരത്തിലുള്ള മോശം കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് ഈ സ്ത്രീ. അപ്പോൾ അവർക്കിടെയൊക്കെ ഒരു കണ്ണീരും പ്രാർത്ഥനയും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അതിലുപരി ഇത് കണ്ണൻ തന്നെ കൊടുത്ത ഒരു വിഷു കൈനീട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കണ്ണനെ വെച്ചിട്ട് ഇത്തരത്തിൽ മറ്റുള്ളവരെ വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള വീഡിയോകളുമായിട്ട് ഈ സ്ത്രീ വരുമ്പോൾ എന്താ കണ്ണൻ വെറുതെ ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്? ഇതൊക്കെ കണ്ണൻ്റെ തന്നെ ഒരു കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അന്ന് ഗുരുവായൂരമ്പലനടയിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ എന്തുകൊണ്ടാണ് എന്നെ മാത്രമായിട്ട് ഇങ്ങനെ തിരഞ്ഞെടുത്തതെന്ന് ഞാൻ പലതവണ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഇന്നേ വരെ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് കൂടുതൽ ഈ സ്ത്രീയുടെ ഈ ഇലക്കില്ല കാരണമില്ലാത്ത ഈ ഇങ്ങനത്തെ വർത്തമാനങ്ങളാണ് കൂടുതൽ കുഴപ്പത്തിലേക്ക് ആ സ്ത്രീയെ കൊണ്ടു ചാടിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ പലതരത്തിൽ വെല്ലുവിളിച്ചിരുന്നു. എൻ്റെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞിരുന്നു. ഫെബ്രുവരിയിൽ ഇവർ ഗുരുവായൂർ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വരും, എന്നോട് അടിക്കും എന്ന് വരെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടുള്ള സ്ത്രീയാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ സന്തോഷമാണ്. പക്ഷെ കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിരുന്നത്. പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല. വളരെ സന്തോഷം തോന്നുന്നു. അപ്പോൾ എന്നെ ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ എന്നെ എന്തൊക്കെയോ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കൂടെയുള്ള ആ ഗുണ്ട, നമ്മൾ കൊടിച്ചിപ്പട്ടികളെ വളർത്തുന്നില്ലേ, അതുപോലെ ഒരു കൊടിച്ചിപ്പട്ടീനെ കൊണ്ടു നടക്കുന്നുണ്ട് അവൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇനിയൊരു കൂടിക്കാഴ്ച എന്തായാലും എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും ഒന്ന് കാണണം, താമസിയാതെ കാണും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. താത്ത മുങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താത്ത അറസ്റ്റ് വരിക്കണം. അപ്പോൾ എല്ലാവർക്കും പണി കൊടുത്ത് ലാസ്റ്റ് പണി പാലും വെള്ളത്തിൽ കിട്ടിയ ഒരു മഹത് വ്യക്തിയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. കണ്ണനെ വിളിച്ച് കളിച്ച് കണ്ണൻ തന്നെ ലാസ്റ്റ് കണ്ണന് സഖി കെട്ടപ്പോൾ മനുഷ്യനായാലും ഒരുപാടായി കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അങ്ങനെ കണ്ണനെ സഖി കെട്ടിട്ട് കണ്ണൻ തന്നെ കൊടുത്തൊരു സമ്മാനമാണ് ഈ 2025 ഈ വിഷുവിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ തന്നെ കൊടുത്ത വളരെ വലിയൊരു വിലപ്പെട്ട ഒരു സമ്മാനമാണ്, ഒരു വിഷു കൈനീട്ടമാണ് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഇന്നലെയും കൂടി ഞങ്ങൾ വിഷുവിന് ഗുരുവായൂരുണ്ടാവും, നീ അങ്ങോട്ട് വരാൻ പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു വളർത്ത് ഗുണ്ട അറുണേട്ടൻ. അപ്പം എന്തൊക്കെയായാലും മക്കളെ, ദൈവത്തിനെയും മതവും വെച്ചിട്ട് കളിക്കരുത് എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്.